എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ അത് കുട്ടപ്പനോട് പറയും, ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ പോലെ ഒരു ഷിനോബിയെയും ഹ്യൂമൻ ബീയിങ്ങിനെയും കാണുന്നത്. ഒരു മോൺസ്റ്ററിനോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ താല്പര്യമുള്ള ഒരേ ഒരു മനുഷ്യൻ അത് നീയാണ്. നീ മാത്രമാണ് ഒരല്പം മനുഷ്യത്വത്തോടു കൂടെ ഇപ്പൊ എന്നോട് പെരുമാറിയത്. നീ ഈ ചങ്ങല അത് തകർത്ത് തന്ന് എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരിക്കും. അതേസമയം നയൻടേല് അവനിപ്പോ അത് മുഴുവൻ കേട്ടിരിക്കുകയാണ്. അപ്പൊ നയൻടേല് അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ മാധുര നയൻടേലിനോട് പറയും, നിന്റെ പവറിന് യാതൊരു സ്റ്റെബിലിറ്റിയും ഇല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു പവർ മുഴുവൻ ഞാൻ കൺട്രോൾ ചെയ്തെടുക്കും. അതുപയോഗിച്ച് ഉച്ചിഹ ക്ലാനിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിനുശേഷം ഹാസിറോ, മീട്ടോ അങ്ങനെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അവൻ വീണ്ടും വീണ്ടും ആലോചിക്കും. നയൻടൈലിനാണെങ്കിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരും. അതിനുശേഷം ഗുഷീനയും മിനട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് കുട്ടപ്പന്റെ ബോഡിയിൽ നയൻടൈലിനെ 16 വർഷങ്ങൾക്ക് മുൻപ് സീൽ ചെയ്ത ആ ഒരു കാര്യം അതിപ്പോ അവൻ ഓർത്തെടുക്കും. അന്നാണ് നയൻടൈലിന്റെ പവർ ഫോർത്ത് ഹോക്കാഗ വീക്കാക്കി മാറ്റിയത്. നയൻടൈലിന് ആകെപ്പാടെ കുട്ടപ്പന്റെ നിലവിളി ശബ്ദം അത് മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നയൻടൈല് അവൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആ ഒരു കുഞ്ഞി നറൂട്ടോയുടെ ബോഡിയിലാണ് അവനെ സീൽ ചെയ്തതെന്ന്. നയൻടൈലാണെങ്കിൽ ഫുൾ കലിപ്പിലാണ്. ഞാൻ എൻ്റെ പവർ അത് കുറേശ്ശെ കൊടുക്കും, എന്നിട്ട് ഈ സീലിംഗ് അതെപ്പോ ദുർബലമാവുന്നോ ആ സമയത്ത് ഞാൻ പുറത്തു വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോടെ ചൈൽഡ്ഹുഡ് കാണിക്കും. കുഞ്ഞി നറൂട്ടോയെ ഇപ്പൊ ഒരുപാട് പിള്ളേർ ചേർന്ന് റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് പറയും, നിന്നെ കൊണ്ട് യാതൊരു യൂസും ഇല്ല, നീ അക്കാദമിയിലേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല. അതിന് കുട്ടപ്പൻ അവൻ പറയും, നിങ്ങൾ ഫ്യൂച്ചർ ഹൊക്കാഗയോടാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർമ്മ വെച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഹൊക്കാഗെ ആവുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഓടും. അതിനുശേഷം അവൻ ആദ്യമായിട്ട് ഇറൂക്ക സെൻസായി ആളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും കുട്ടപ്പന്റെ ബോഡിയിലെ നയൻടൈല് അതിന്റെ പവർ ഫസ്റ്റ് ടൈം അവന്റെ ബോഡിയിൽ നിന്ന് പുറത്തു വരിക. ഈ ഇറൂക്ക സെൻസായ വില്ലന്മാര് അവരടിച്ചു തകർക്കുന്ന സമയത്തായിരിക്കും കുട്ടപ്പൻ അവൻ ആ സ്ക്രോളുമായിട്ട് അവിടേക്ക് വരിക. പക്ഷെ ഇറൂക്ക സെൻസായി ആണെങ്കിൽ കുട്ടപ്പനോട് നിലവിളിച്ച് പറയും, കുട്ടപ്പ ഓടിക്കോ, ആ വില്ലന്മാര് അവർ നിസ്സാരക്കാരല്ല, ഉറപ്പായിട്ടും നിന്നെ കൊന്നുകളയും. ഉടനെ കുട്ടപ്പൻ അവനവന്റെ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. നയൻടൈലിനാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് സന്തോഷാവും. കാരണം നയൻടൈൽ അപ്പോഴാണ് നയൻടൈലിന്റെ പവർ കുറേശ്ശെ കിട്ടാൻ തുടങ്ങിയത്. അതിനുശേഷമായിരിക്കും ഫൈറ്റിന്റെ ഇടയിൽ കുട്ടപ്പന്റെ നയൻടൈലിന്റെ പവർ അത് പുറത്തേക്ക് വരിക. പിന്നീട് ഓരോ തവണയും കുട്ടപ്പൻ പോലും അറിയാതെ കുട്ടപ്പന്റെ നയൻടൈലിന്റെ പവർ അത് പലതവണ പുറത്തേക്ക് വന്നു. ആ രംഗങ്ങളെല്ലാം തന്നെ ഇപ്പൊ നയൻടൈല് അത് ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് ആദ്യമായിട്ട് ജിറയ്യ മാമൻ ആൾ എൻട്രി ചെയ്ത സമയത്ത് കുട്ടപ്പന്റെ എക്സൈറ്റ്മെന്റ് ആ ടൈമില് ആ നയൻടൈലും ജിറയ്യ മാമനെ കണ്ട് ഷോക്കായി. പിന്നീട് ഒരുപാട് നാള് കണ്ടിന്യൂസ് ആയിട്ട് ജിറയ്യ മാമൻ കുട്ടപ്പന് ട്രെയിനിങ് കൊടുത്തോണ്ടേയിരുന്നു. കുട്ടപ്പനാണെങ്കിൽ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പോന്നു. അവസാനം ജിറയ്യ മാമൻ ആള് കുട്ടപ്പനോട് പറയും, ഇനിയാണ് മെയിൻ ട്രെയിനിങ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നീ ഇപ്പൊ തന്നെ ആ സമറൻ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ കുട്ടപ്പനോട് പറയും. മാമനാണെങ്കിൽ അടുത്ത സെക്കൻഡ് കുട്ടപ്പന്റെ തലയ്ക്ക് ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയില് കുട്ടപ്പൻ അവൻ ഏതോ ഒരു കുഴിയിലേക്ക് പോകുന്നതായിട്ട് അവന് തോന്നും. കണ്ണു തുറക്കുമ്പോ ഏതോ ഒരു സെല്ലിന് മുൻപിലാണ് കുട്ടപ്പൻ. അവന്റെ കാലിന്റെ ഭാഗത്താണെങ്കിൽ ഇപ്പൊ കുറച്ച് വെള്ളമൊക്കെ കുട്ടപ്പൻ കാണും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവൻ ആദ്യമായിട്ട് ആ നയൻടൈലിനെ കാണുക. നയൻടൈൽ അതിന്റെ കൈ ഉപയോഗിച്ച് കുട്ടപ്പനെ പിടിക്കാൻ ശ്രമിക്കും. നയൻടൈൽ നിലവിളിച്ച് പറയും, കുട്ടപ്പ ഈ ഗേറ്റ് അത് ഓപ്പൺ ചെയ്യ്, ഈ സീൽ ഓപ്പൺ ചെയ്യ്, എന്റെ പവർ മുഴുവൻ ഞാൻ നിനക്ക് തരാം. പക്ഷെ കുട്ടപ്പനാണെങ്കിൽ പേടിച്ച് അങ്ങനെ പുറകിലേക്ക് ഓടും. നയൻടൈൽ പറയും, നീ ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ്, സോ എന്റെ കുറച്ച് പവർ അത് ഞാൻ നിനക്ക് തരാൻ പോവാണെന്ന് പറഞ്ഞ് നയൻടൈൽ പവർ ഇപ്പൊ കുട്ടപ്പന് കൊടുക്കും. അപ്പൊ അതേസമയം കുട്ടപ്പൻ അവൻ പുറത്തു നിന്ന് ആ സമറൻ ജിപ്സ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് ആ ഗാമത്തവളയെ കുട്ടപ്പന്റെ പവർ വെച്ച് അവൻ കൊണ്ടുവരും. നയൻടൈൽ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാവും. ഇനി കുട്ടപ്പൻ അവൻ എന്റെ പവർ എടുക്കും. അങ്ങനെ ഓരോ തവണയും എന്റെ പവർ കുറേശ്ശെ റിലീസ് ചെയ്ത് അവസാനം ഞാൻ പുറത്തെത്തും. അതിനുശേഷമാണ് കുട്ടപ്പൻ അവൻ വീണ്ടും നയൻടൈൽ പവർ ഉപയോഗിച്ച് ഗാമത്തവളെ ഇറക്കി ആ ഗാറയെ അവന് പിടിക്കാൻ ശ്രമിച്ചത്. പിന്നീട് പതിയെ നറൂട്ടോ അവൻ ആ നയൻടൈൽ ഫോമിലേക്ക് തന്നെ ട്രാൻസ്ഫർമേഷൻ ആവും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കേണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം.
അതിനുശേഷം കുട്ടപ്പൻ അവൻ സാസുകയെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാസുകയായിട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ ഒടുവില് കുട്ടപ്പൻ ഒരുപാട് അടി കിട്ടി അവൻ വെള്ളത്തിൽ വീണ് കിടക്കും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ ആ നയൻ ടൈലിലെ പവർ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യാൻ തുടങ്ങുക. നയൻ ടൈലിനാണെങ്കിൽ ഭയങ്കര ആവേശമാവും. അവനാണെങ്കിൽ കമോൺ കമോൺ കുട്ടപ്പ, എന്റെ പവർ അതെനി യൂസ് ചെയ്യ്. നീ എന്റെ പവർ എത്രത്തോളം യൂസ് ചെയ്യുന്നോ അത്രത്തോളം നിന്റെ സീലിംഗ് അത് ബ്രേക്ക് ആവും. അതിനുശേഷം എനിക്ക് പുറത്തു വരാൻ കഴിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അതിനുശേഷം ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷൻ കാണിക്കും. അവിടേക്ക് ഒരു ഷിനോബി ഇപ്പൊ ഓടിയെത്തും. ആള് പറയും കാസികാഗെ അദ്ദേഹത്തെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ സമയത്തായിരിക്കും ഹൊക്കാഗെ ആൻറ്റി ടീം കാക്കാഷിക്ക് കാസികാഗെ തിരികെ പിടിക്കാനുള്ള ആ ഒരു മിഷൻ അത് കൊടുക്കുക. നയൻ ടൈലിന് വീണ്ടും അവന്റെ പ്രതീക്ഷ അത് കൂടും. നയൻ ടൈൽ ഉറപ്പിക്കും ഉറപ്പായിട്ടും ഗാറയെ തിരികെ പിടിക്കാനായിട്ട് അവൻ എന്റെ പവർ അത് ഉപയോഗിക്കും. അതേസമയം കുട്ടപ്പൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ദേദ്രയുടെ ക്ലേക്കുള്ളിൽ നിന്ന് ഗാറയെ കണ്ടുപിടിക്കും. പക്ഷെ ഗാറയ്ക്കാണെങ്കിൽ അപ്പൊ ജീവൻ ഉണ്ടാവില്ല. കാലി കയറി കുട്ടപ്പൻ അവൻ ആ നയൻ ടൈലിന്റെ ഫുൾ പവർ ബോഡിയിലേക്ക് കൊണ്ടുവരും. അത് കണ്ട കാക്കാഷി മാസ്റ്റർ ജിറയെ കൊടുത്ത ഒരു ടാഗ് എടുത്ത് കുട്ടപ്പന്റെ തലയിൽ വെക്കും. പെട്ടെന്ന് തന്നെ കുട്ടപ്പൻ നോർമലായി മാറും. നയൻ ടൈലിനാണെങ്കിൽ വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആവും. പക്ഷെ അത് വീണ്ടും ക്ഷമയോടുകൂടെ കാത്തിരിക്കും. അതിനുശേഷം കുട്ടപ്പനും ടീമും അവര് സാസുരയുടെ സ്പൈയെ തേടി ആ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വരും. ആ നിമിഷം ഒറോച്ചിമാറുവിനെ നേരിട്ട് കണ്ട കുട്ടപ്പൻ അവൻ ആദ്യമായിട്ട് മുഴുവനായും നയൻ ടൈലായി മാറും. നയൻ ടൈൽ ആണെങ്കിൽ അവന്റെ ഹെയ്റ്റ്രഡും പവറും ഒക്കെ തന്നെ കുട്ടപ്പന് കൊടുത്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അടുത്ത സീനില് ഇപ്പൊ നറൂട്ടോ അവൻ സാസുകയെ കണ്ടുമുട്ടും. ഉടനെ നറൂട്ടോടെ ചെയിന് അത് പൊട്ടി താഴെ വീഴും. നയൻ ടൈൽ പറയും കുട്ടപ്പ ഇതാണ് കറക്റ്റ് ടൈം, ഈ സമയം നീ പ്രയോജനപ്പെടുത്തണം. നയൻ ടൈൽ നറൂട്ടോട് ചോദിക്കും നിനക്ക് ആരെയെ കൊല്ലണ്ടേ, എന്റെ എല്ലാ പവറും ഞാൻ നിനക്ക് തരാം. അതിന് കുട്ടപ്പൻ പറയും എനിക്ക് വേണ്ട, നിന്റെ പവറിന്റെ ആവശ്യം എനിക്കിപ്പോ ഇല്ല. എനിക്ക് സ്വന്തമായിട്ട് ചക്ര പവർ ഉണ്ട്. മാത്രമല്ല ഞാൻ ആരെയും കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കട്ട് ചെയ്ത അടുത്ത സീനില് പെയിനും പെയിന്റെ ടീംസും അവരിപ്പോ ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാണ്. ആ മെയിൻ പെയിൻ അവനാണെങ്കിൽ ഹിനട്ടയെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അത് കണ്ട് കൺട്രോൾ പോയ കുട്ടപ്പൻ അവൻ ഉടനെ ഇപ്പൊ നയൻ ടൈലിന്റെ പൂർണ്ണ രൂപത്തിലേക്കായി മാറും. കുട്ടപ്പനാണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇപ്പൊ നയൻ ടൈൽ സീല് അത് തുറക്കാനായിട്ട് പോവും. നയൻ ടൈലാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. അപ്പോഴായിരിക്കും മിനട്ടോ ആള് കുട്ടപ്പനെ പിടിച്ചു വലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അതിനുശേഷം മിനട്ടോ പുതിയ സീൽ ഉപയോഗിച്ച് നയൻ ടൈലിനെ സീൽ ചെയ്യും. മാത്രമല്ല ആ ലീക്ക് അത് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. മാത്രമല്ല ആ ലീക്ക് അത് മുഴുവൻ തന്നെ അങ്ങനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. നോ എന്നലറി കാറാണ് നയൻ ടൈല്. കാരണം അവന്റെ ഒരുപാട് വർഷത്തെ ശ്രമമാണ് ഒറ്റയടിക്ക് മിനട്ടോ അവൻ ഇല്ലാതാക്കിയത്. അതിനുശേഷം കുട്ടപ്പൻ ഡയറക്റ്റ് ആയിട്ട് ആ നയൻ ടൈലിന്റെ അടുത്തേക്ക് വരും. നയൻ ടൈൽ ചോദിക്കും ഹെയ്ട്രേഡ് നിറഞ്ഞ ആ റിയൽ നറൂട്ടോ അവൻ എവിടെ? അതിന് കുട്ടപ്പൻ പറയും ആ ഹെയ്ട്രേഡ് അത് മുഴുവൻ ഞാൻ ഇല്ലാതാക്കി. ഇപ്പൊ നീ കാണുന്നതാണ് റിയൽ നറൂട്ടോ. ഉടനെ നയൻ ടൈല് അവൻ ആ ഗേറ്റ് തകർത്ത് ഇപ്പൊ പുറത്തേക്ക് വരും. എന്നിട്ട് കുട്ടപ്പന്റെ പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ കുട്ടപ്പൻ അവൻ അടുത്ത സെക്കൻഡില് നയൻ ടൈലിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ വിങ് സ്റ്റൈൽ റാസൻ ഷൂരിങ്കൻ അതുപയോഗിച്ച് ആ നയൻ ടൈലിനെ അങ്ങനെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയും. അതേ സമയത്ത് നറൂട്ടോയുടെ അമ്മ കുഷീനോ ആളിപ്പോ ആ നയൻ ടൈലിനെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. കുട്ടപ്പനാണെങ്കിൽ അതിന്റെ പവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അവസാനം കുട്ടപ്പൻ ആ നയൻ ടൈലിന്റെ പവർ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യും. നയൻ ടൈലിനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. അവനിപ്പോ ടൈൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യും. ആ സെക്കൻഡിൽ കുട്ടപ്പൻ ഇപ്പൊ നയൻ ടൈലിനെ വീണ്ടും ആ സെല്ലിലിട്ട് ലോക്ക് ചെയ്യും. ആ സീൽ ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ട് നയൻ ടൈല് അവനങ്ങനെ വീണ് കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.